നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക പഞ്ചായത്തിൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്നും BJP അംഗങ്ങൾ വിട്ടുനിന്നത് LDF നടത്തുന്ന അഴിമതിയിൽ പങ്കുപറ്റാനാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ. വികസിത് ഭാരത് സങ്കല്പ് യാത്ര മണലൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി താനിത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നടത്തിയ ട്രാഫിക് സിഗ്നൽ അഴിമതി കൃത്യതയോടും വ്യക്തതയോടും മുന്നോട്ട് വെച്ച് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്നും BJP അംഗങ്ങൾ വിട്ടുനിന്നത് LDF അഴിമതി ഭരണം തുടരാനും അഴിമതിയിൽ പങ്കുപറ്റാനും വേണ്ടിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM BJP ബാന്ധവം എല്ലാ സീമയും ലംഘിച്ച് വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ LDFനെ സഹായിക്കുന്ന കൂറ് LDFനോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ നിന്നും BJP വിട്ടുനിന്നത്. സംഘിയും സഖാവും ഒന്നിക്കുന്ന കാഴ്ചയാണ് നാട്ടികയിൽ കാണുന്നത്. വർഗീയ ഫാസിസവും രാഷ്ട്രീയ ഫാസിസവും സന്ധി ചെയ്യുകയാണ്, സഖ്യം ചെയ്യുകയാണ് നാട്ടികയിൽ. CPMന്റെ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴും അധികാര കസേരയിൽ തുടരുന്നത് BJPയുടെ ഔദാര്യത്തിലാണ്, RSSന്റെ ആശീർവാദത്തിലാണ്. UDF അംഗം ബിന്ദു പ്രദീപ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിൽ CPM അംഗങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. BJP അംഗങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന രഹസ്യധാരണ മാത്രമാണ് CPMന് തുണയായത്. അവിശ്വാസ പ്രമേയം BJP പിന്തുണയിൽ അതിജീവിച്ച LDF ഇപ്പോൾ RSS ആശീർവാദത്തിൽ ആണ് അധികാരത്തിൽ തുടരുന്നത് എന്നും അടുത്തു നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ സഹായിക്കാമെന്ന കരാറാണ് നാട്ടികയിൽ പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി LDFും BJPയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു. UDF മണ്ഡലം വൈസ് ചെയർമാൻ AP ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KA കബീർ, AN സിദ്ധപ്രസാദ്, ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, റസീന ഖാലിദ്, KR ദാസൻ, PK നന്ദനൻ, വൈഭവ് MV, റീന പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. KV സുകുമാരൻ, CA ഇബ്രാഹിം, PH മുഹമ്മദ്, അബ്ദുള്ള നൂൽപ്പാടത്ത്, സുധി ആലക്കൽ, K വാസൻ, CK മണികണ്ഠൻ, PV സഹദേവൻ, മുഹമ്മദ് അലി കണിയാർക്കോട്, ഉണ്ണികൃഷ്ണൻ കൊഴമ്പി, ഹേമ പ്രേമൻ, ബിന്ദു സുരേഷ്, ശ്രീദേവി സദാനന്ദൻ, കണ്ണൻ പനിക്കൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലങ്ക സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. SDPI മണലൂർ മണ്ഡലം ട്രഷറർ ഷമീർ മാംബസാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മുഫസൽ, വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വയോജന ഭിന്നശേഷി ഗ്രാമസഭകളും മഹിളാ ഗ്രാമസഭ, കുട്ടികളുടെ ഗ്രാമസഭ എന്നിവയും SSC വ്യവസായ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, മെമ്പർമാരായ ടോണി അത്താണിക്കൽ, ഷോയ് നാരായണൻ, കവിത രാമചന്ദ്രൻ, ബിന്ദു സതീർ, ഷാനി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായാണ് ഗ്രാമസഭകൾ സംഘടിപ്പിച്ചത്. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA സിസി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യാപന പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്ന അവസരം കൂടിയാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പം ഞാൻ ഒരു MLA ആയി 3 വർഷം കഴിയുന്നുള്ളൂ.
2 ബഡ്ജറ്റിൽ ബന്ധപ്പെടാൻ മൂന്നാമത്തെ ബഡ്ജറ്റ് വരാൻ പോകുകയാണ്. അപ്പം കഴിഞ്ഞ 2 ബഡ്ജറ്റിലും നമ്മുടെ കേരളത്തിലെ ഏകദേശം വരുന്ന 3.25 കോടി ജനങ്ങളുടെ ജീവാത്മകമായ പ്രവർത്തന രംഗത്ത് മാതൃകമായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകലാണ് ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പൂർണ്ണമായി മുൻതൂക്കം നൽകിയിട്ടുള്ളത്. ആ ബഡ്ജറ്റിലൊക്കെ ഒരു പുതിയ പ്രതിനിധി എന്ന നിലയിൽ ബഡ്ജറ്റിനെ കുറിച്ച് അത്യാവശ്യം ഇടപെടാനും അതിലൊക്കെ ചില സാഹചര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയിൽ പുതിയ പാഠ്യേതര പദ്ധതിയൊക്കെ. PTA പ്രസിഡന്റ് അസീസ് കെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് പുരസ്കാര സമർപ്പണം നൽകി ആദരിച്ചു. പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണു ഭാരതീയ സ്വാമികൾ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ TP, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർ സിജോ പുളിക്കോട്ടിൽ, SMC ചെയർമാൻ PR ഷാജി, OSA പ്രസിഡന്റ് TR പ്രകാശൻ, PTA വൈസ് പ്രസിഡന്റ് സജ്ജന NM, MPTA പ്രസിഡന്റ് സരിത പ്രവീൺ HM, സീനത്ത് ടീച്ചർ, പ്രിൻസിപ്പാൾ സീന ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ രത്നമണി ടീച്ചർ, വിദ്യ ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് സർക്കാർ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര മണലൂർ പഞ്ചായത്തിലെ സൗഹൃദ തീരത്ത് നടന്നു. മണലൂർ പഞ്ചായത്ത് അംഗം ഷോയ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലീഡ് ബാങ്ക് ഡിവിഷണൽ മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷനായി. മണലൂർ പഞ്ചായത്ത് മെമ്പർ മിനി അനിൽകുമാർ സമർപ്പൺ പഞ്ച് പ്രാൺ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാഗി സുനിൽകുമാർ, മഞ്ജു, സുരേഷ് കുമാർ, ശ്രീബ, ഡോക്ടർ ജാസ്മിൻ തോമസ്, ശ്രീജിത്ത്, ധന്യ എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. കനറ ബാങ്ക് വാടാനപ്പള്ളി ശാഖ സീനിയർ മാനേജർ വിഷ്ണു, മണലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രതീഷ് കൂനത്ത്, ഷാനി അനിൽകുമാർ, കണ്ടശങ്കടവ് കനറ ബാങ്ക് സീനിയർ മാനേജർ അജീഷ് P സാമുവൽ എന്നിവരും സംബന്ധിച്ചു. സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും ഉണ്ടായിരുന്നു. ഹിന്ദ് ലാബിൻ്റെ ഹെൽത്ത് ക്യാമ്പ് സ്റ്റാളിൻ്റെ സേവനവും ലഭ്യമായിരുന്നു. നിരവധി പേർ ECG, ഷുഗർ, പ്രഷർ എന്നിവയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി. താന്യം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളുടെ പാർലമെന്റ് പെരുങ്ങോട്ടുകര GHS SLP സ്കൂളിൽ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർ ആന്റോ തുറയൽ, BPO ഡോക്ടർ ഉമാദേവി, RP ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ റിഷാൽ, മെഹറിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ 7 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 7 വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഓരോ ഗ്രൂപ്പിനും ഓരോ അധ്യാപകർ ഉണ്ടായിരുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ, ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാരവും എന്നിവ കുട്ടികൾ തന്നെ പറഞ്ഞു. കുട്ടികളുടെ സംശയങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മറുപടി പറഞ്ഞു. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്ന് 150ഓളം കുട്ടികൾ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്തും ജില്ലാ തലത്തിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കൊണ്ട് തന്നെ കുട്ടികളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പാഠ്യ വിഷയങ്ങളോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ കുട്ടികൾ കൂടി പഠിക്കേണ്ട വിഷയങ്ങളിൽ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പാർലമെന്റ് എന്ന പേരിൽ ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കപ്പെടുന്നു. ഇനിയൊരു ഇടവേള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ സമ്മേളനം ജനുവരി 23 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേരുന്നു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മൻസൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി ചേർപ്പ് ഏരിയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ താഞ്ഞത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KS മോഹൻദാസ്, KK അനിൽ, MV മുകേഷ്, സിബിൻ C ബാബു, KA ബഷീർ, TP മായ, VA കരീം, സുരേഷ് ബാബു താനാപറമ്പിൽ, VM കരീം മാസ്റ്റർ, സിജോ പുലിക്കോട്ടിൽ, ഷാനിബ എന്നിവർ സംസാരിച്ചു. റീന, ഷീജ, സജ്ന, ഷാനിബ, ധന്യ, സരിത എന്നിവർ ചേർന്നാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടെ തീപിടും. ഭക്ഷ്യരംഗത്ത് വളരെ ക്രൂരമായ അപകടം നടത്തുന്ന ഭരണാധികാരി വർഗത്തിലുള്ള വെല്ലുവിളി ഒരു മറുപടി കൂടിയാണ് ഈ പരിപാടി. ഇതിപ്പോൾ ഏറ്റെടുത്തു. നമ്മുടെ നഖശിഖാതം എതിർക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവർക്ക് പോലും മുഖപ്രസംഗങ്ങൾ ചെല്ലി വന്നു. ഇത് ഈ പാർട്ടിക്ക് കഴിയുള്ളൂ. ഈ പാർട്ടി ഒഴിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഭൂമി മലയാളത്തിൽ വേറെ രാഷ്ട്രീയ പ്രവർത്തനം കഴിയില്ല എന്താ അവർ പറയാൻ കാരണം. നമ്മൾ നിരന്തരമായി ജനകീയ ആവശ്യങ്ങൾ കൂടി പ്രക്ഷോഭം നടത്തുന്നവരാണ്. അതോടൊപ്പം ജനങ്ങൾക്ക് സഹായകരമായ ഒട്ടേറെ ആകർഷകമായ പദ്ധതി നടപ്പാക്കി വിജയിപ്പിക്കുകയാണ്. നമ്മൾ പുച്ഛിച്ചിരുന്ന ആളുണ്ട്. നമ്മുടെ കുട്ടികൾ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുമ്പോൾ അധികം വേറെ പണിയൊന്നുമില്ല എന്ന് പറയാം. ഗിന്നസ് ബുക്കിലായിട്ട് അപ്പുറത്ത് വേറെ പുസ്തകമില്ലാത്ത കാരനാണ്. അത് വന്നു കഴിഞ്ഞു. ലോകത്തിലൊരു പ്രസ്ഥാനത്തിന് കഴിയാത്ത പണി ചെയ്യുന്നത്. എടമുട്ടം റെസിഡൻസ് അസോസിയേഷനും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഖത്തർ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സുജിന്ത് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. ബെന്നി ആലപ്പാട്ട്, വസന്ത ദേവലാൽ, ഡോക്ടർ ഷാജി ദാമോദരൻ, സുഗതിയ CC, മണി ഉണ്ണികൃഷ്ണൻ, ഷിജു തയ്യൽ എന്നിവർ സംസാരിച്ചു. തീർച്ചയായും നമ്മളൊരു അപകടം വരുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെ നാം അതിനെ പ്രതിരോധിക്കണം, എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്നറിയുന്നതിന് അത്യന്താപേക്ഷിതമാണ് നമുക്ക് അത്തരം അറിവുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് അത്തരമൊരു അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ജില്ലയിലെ പ്രാദേശിക ചാനൽ രംഗത്ത് കഴിവും പ്രാഗൽഭ്യവുമുള്ള വ്യക്തികളെയും സൃഷ്ടികളെയും മികച്ച ചാനൽ പ്രവർത്തനം നടത്തുന്നവരെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രാദേശിക ചാനൽ രംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കായി അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു. പ്രോഗ്രാം, ന്യൂസ് റീഡർ, ക്യാമറാമാൻ, സ്റ്റോറി, വിഷ്വൽ എഡിറ്റർ, ന്യൂസ് എഡിറ്റർ, മികച്ച പ്രാദേശിക ചാനൽ എന്നീ കാറ്റഗറികളിലാണ് എൻട്രികൾ അയക്കേണ്ടത്. ജനുവരി 2023 മുതൽ ഡിസംബർ 2023 വരെയുള്ള എൻട്രികളായിരിക്കും പുരസ്കാരത്തിന് പരിഗണിക്കുക. എൻട്രികൾ ഈ മാസം 25 മുൻപായി coatcrdc@gmail.com എന്ന മെയിൽ ID-യിൽ അയക്കേണ്ടതാണ്. ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. വ്യാഴാഴ്ച അശ്വതി പ്രതിഷ്ഠാ ദിനവും വെള്ളിയാഴ്ച ഭദ്രകാളീശ്വരിയുടെ ഭരണി മഹോത്സവവും വെള്ളിയാഴ്ച കാർത്തിക മഹോത്സവവും വിവിധ ചടങ്ങുകളോടെ നടന്നു. രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പഞ്ചഗവ്യാഭിഷേകം, നവകാഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി, മണികണ്ഠൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവിയുടെ എഴുന്നള്ളിപ്പ് നടന്നു. ചെറുശ്ശേരി ശ്രീകുമാർ പ്രമാണം വഹിച്ചു. 65-ൽ പരം കലാകാരന്മാർ അണിനിരന്നുള്ള ആൽത്തറമേളത്തിന് തൃപ്രയാർ അനിയന്മാരാർ പ്രാമാണ്യം വഹിച്ചു. ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി പാതിരിശ്ശേരി മനക്കൽ ശങ്കരൻ നമ്പൂതിരി, ഭാരവാഹികളായ പ്രസിഡന്റ് നാരായണൻ,
കൊലയാമ്പറമ്പത്ത്, സെക്രട്ടറി രാജീവ് സുകുമാരൻ, ട്രഷറർ ഗിരീഷ് കുമാർ കൊലയാമ്പറമ്പത്ത്, വൈസ് പ്രസിഡന്റ് സനോജ് കല്ലാറ്റ്, ജോയിന്റ് സെക്രട്ടറി ഭരതൻ കല്ലാറ്റ്, ഓഡിറ്റർ രാമൻകുട്ടി നെടുങ്ങാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തരും പങ്കെടുത്തു. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളംപാട്ടിന് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പ്രഭാതപൂജ, പന്തീരടി പൂജ, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിർമ്മാല, രാത്രി അത്താഴപൂജ, തുടർന്ന് നാഗയക്ഷിക്ക് രൂപക്കളവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി PS കിഷോർ, PS കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ജനുവരി 24-ലാണ് ക്ഷേത്ര മഹോത്സവം. നാട്ടിക ഈയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനമേള നടന്നു. വെള്ളിയാഴ്ച രാത്രി 7:30 വോയിസ് ആൻഡ് റിതം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള നടന്നു. ഭക്തജന കൂട്ടായ്മ ചെയർമാൻ VR വിജയൻ ആമുഖ പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ KV സജീവ്, പ്രോഗ്രാം കൺവീനർ CS മണികണ്ഠൻ, ട്രഷറർ TS കൃഷ്ണദാസ്, ക്ഷേത്രം പ്രസിഡന്റ് ഇയാനി കോറോത്ത്, രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ കോരമ്പി എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, പഞ്ചവിംശതി കലശാഭിഷേകം, ശീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പകൽപൂരം, പറയെടുപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, വർണ്ണമഴ, രാത്രി തായമ്പക, അന്നദാനം, നാടകം, വടക്കുംവാതിൽ ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായൺകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ അരുൺകുമാർ, വത്സൻ, ശ്രീകുമാർ, വിജയൻ,
പ്രഭാകരൻ ഉണ്ണി, സ്വപ്ന ജോളി, മന്നൻ വിജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി തളിക്കുളം അശ്വതി ഭരണി മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഭരണിനാളിൽ പരമ്പരാഗതമായി നടത്തിവരാറുള്ള നാടൻ കലാരൂപങ്ങളായ ധാരിയൻ, കാളി, മൂക്കൻ ചാത്തൻ, കാളക്കളി എന്നിവയും നടന്നു. തുടർന്ന് മഹോത്സവത്തിന്റെ കുടിയിറക്കൽ ചടങ്ങ് നടന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ, ജനറൽ സെക്രട്ടറി മോഹൻദാസ് സിത്തിക്കാട്ട്, ജനറൽ കൺവീനർ പീതാംബരൻ കുറുക്കമ്പര്യ, ഗജാൻജി കെ ബി പ്രദീപ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് തിരുപഴഞ്ചേരി ഭഗവതി ഭരണിവേല ആഘോഷം വിവിധ ചടങ്ങുകളോടെ നടന്നു. വിശേഷാൽ പൂജകളും 3 ആനകളോടെ കൂടിയ കാഴ്ച ശീവേലിയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിക്ക് വിളക്കെഴുന്നള്ളിപ്പ്, രാവിലെ കൊടിയമ്പുഴ ദേവസ്വം വക പട്ട് സമർപ്പണം, ആനവിഴുങ്ങി കുഞ്ഞാണ്ടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് താലം വരവ്, താലിചാർത്തൽ, കോതകുളം ബീച്ച് ഭരണിവേല ആഘോഷ കമ്മിറ്റി വക പൂരം, തുടർന്ന് കറുകതല കാർത്തികേയന്റെ നേതൃത്വത്തിൽ പറയ സമുദായക്കാരുടെ വേലകയറ്റം എന്നിവയും ഉണ്ടായിരുന്നു. അശ്വതി ദിനമായ വ്യാഴാഴ്ച വൈകുന്നേരം നിറമാല, പള്ളിപ്പുറം NSS കരയോഗ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, തുടർന്ന് നാട്യം മയൂരി കലാക്ഷേത്ര കൊടുങ്ങല്ലൂർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി. ഭരണിനാളിൽ ഉച്ചയോടെ ഒരാഴ്ച നീണ്ടുനിന്ന അശ്വതി ഭരണിവേല ആഘോഷം സമാപിച്ചു. ജനുവരി 25 വ്യാഴാഴ്ച രാവിലെ പ്രത്യേക പൂജകളോടെ നട തുറക്കും. തെളിയാനായി കാണുന്ന പന്തളനാഥ
പയ്യന്നൂർ ആമലത്തുകുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക താലപ്പൊലി ആഘോഷിച്ചു. തന്ത്രി ചെറുമുക്കുമന ഹരിദത്തൻ നമ്പൂതിരി മേൽശാന്തി, മഴുവഞ്ചേരി മന വാസുദേവൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. കാഴ്ചശീവേലിക്ക് രവിപുരം ഗോവിന്ദൻ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് ചെറുശ്ശേരി ശ്രീകുമാറും മേളത്തിന് തൃപ്രയാർ അനിയന്മാരാരും നേതൃത്വം നൽകി. വൈകിട്ട് കേളി, പറ്റ്, തായമ്പക കലാപരിപാടികൾ, താലപ്പൊലി, എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രോഹിണി വേലയോടെ ചടങ്ങുകൾ സമാപിക്കും. പഴുവിൽ ശ്രീ മൂലസ്ഥാനം വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം 24, 25, 26 തീയതികളിൽ ആഘോഷിക്കും. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നൃത്ത സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാവും. രാവിലെ സംഗീത കച്ചേരി, വൈകിട്ട് 7-ന് നൃത്താഞ്ജലി, 22-ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ തിരുവാതിരക്കളി മത്സരം, വൈകിട്ട് 5 മുതൽ കളരി പ്രദർശനം, തുടർന്ന് സാംസ്കാരിക സമ്മേളനം VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിലെ മുൻമന്ത്രി ജയറാം, CC മുകുന്ദൻ MLA, വിദ്യാധരൻ മാസ്റ്റർ, DYSP PK ഷൈജു എന്നിവർ പങ്കെടുക്കും. ചന്ദ്രഹാസ പ്രഥമ നാദ പുരസ്കാരം, കലാപ്രതിഭ പുരസ്കാരം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും. 23-ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ സംഗീതോത്സവം, വൈകിട്ട് 4 മണിക്ക് സംഗീത കച്ചേരി, രാത്രി ശ്രീരഞ്ജിനി നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലി, 24 ബുധനാഴ്ച സംഗീതോത്സവം തുടരും. വൈകിട്ട് ബാംഗ്ലൂർ കുമാരി അർപ്പിത ദിനേശിൻ്റെ നൃത്താർപ്പണം, രാത്രി 7-ന് ഭക്തി സംഗീത നിശ, 25 വ്യാഴാഴ്ച രാവിലെ സംഗീതാർച്ചന, 10 മുതൽ പഞ്ചരത്ന കീർത്തനാലാപനം, തുടർന്ന് അന്നദാനം, മഹാരൂപക്കളം, എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, കാവടിയാട്ടം, തെയ്യം, തിറ എന്നിവ അകമ്പടിയാവും. 26-ന് പ്രസിദ്ധമായ രൂപക്കളം തൊഴൽ, രൂപക്കളത്തിൽ നൃത്തം എന്നിവയും ഉണ്ടാകും. ക്ഷേത്രം മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ജയചന്ദ്ര മാസ്റ്റർ, ബിനോയ് തൈപ്പറമ്പത്ത്, ദിവാസ് ആലക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തലമുറകളായി വിഷ്ണുമായ സ്വാമിയെ ഉപാസിച്ചു വരുന്ന ഈ ശ്രീമൂലസ്ഥാനത്ത് കഴിഞ്ഞ 50 വർഷത്തിന് മേലെയായി കലാ-സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു വരികയാണ്. മുൻ മഠാധിപതി ചന്ദ്രഹാസ സ്വാമികളുടെ കാലത്താണ് തൃശ്ശൂർ ജില്ല അടിസ്ഥാനമാക്കി ഒരുപാട് സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം കഴിഞ്ഞ വർഷം ചന്ദ്രഹാസ കലാപീഠം എന്ന പേരിൽ ഞങ്ങൾ ഈ കലാപീഠം തുടങ്ങിയത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നൃത്ത സംഗീതോത്സവം ആദ്യമായിട്ടാണ് ചന്ദ്രഹാസ കലാപീഠത്തിൻ്റെ ഈ വാർഷിക ദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോണിക്കര കൊടിക്കയറ്റി. വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, ഫാദർ ജെയ്സൺ വടക്കേത്തല എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൈക്കാരന്മാരായ ജോഷി MT, സെബാസ്റ്റ്യൻ PP, സണ്ണി KC, ജനറൽ കൺവീനർ സിജോ കുണ്ടുകുളം, ജോയിന്റ് കൺവീനർ ജോസഫ് വളപ്പില എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് തിരുനാൾ സപ്ലിമെന്റ് പ്രകാശന കർമ്മവും നടന്നു. ജനുവരി 27, 28, 29 എന്നീ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ 524ാമത് തിരുനാളിന് കൊടിയേറി. മുൻ വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി, പ്രസുതേന്തി വാഴ്ച എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. തിരുനാളിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ കലണ്ടർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. വികാരി ഫാദർ ബാബു അപ്പാടൻ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജി ചാലിശ്ശേരി, ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, കുടുംബ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ, സെബി ജോർജ്, എബി ഫ്രാൻസിസ്, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 30, 31 തീയതികളിലാണ് തിരുനാൾ. പ്രധാന വാർത്തകൾ വീണ്ടും.
നാട്ടിക പഞ്ചായത്തിൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്നും BJP അംഗങ്ങൾ വിട്ടുനിന്നത് LDF നടത്തുന്ന അഴിമതിയിൽ പങ്കുപറ്റാനാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ. വികസിത് ഭാരത് സങ്കല്പ് യാത്ര മണലൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി താനിത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.